എല്ലാവർക്കും ബ്ലെസ്സിങ്സ് അൺലിമിറ്റഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുമിച്ച് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ദേശം ഉറ്റുനോക്കുവാൻ യോശുവ എത്ര പേരെയാണ് അയച്ചത്? ഉത്തരം: 2 പേരെ. രണ്ടാമത്തെ ചോദ്യം: എവിടെ നിന്നാണ് ദേശം ഉറ്റുനോക്കുവാൻ യോശുവ 2 പേരെ അയച്ചത്? ഉത്തരം: ശിത്തീമിൽ നിന്ന്. മൂന്നാമത്തെ ചോദ്യം: യോശുവ ശിത്തീമിൽ നിന്ന് 2 പേരെ എവിടെ ഉറ്റുനോക്കുവാനാണ് അയച്ചത്? ഉത്തരം: ദേശവും യെരിഹോ പട്ടണവും ഉറ്റുനോക്കുവാൻ. നാലാമത്തെ ചോദ്യം: ഒറ്റുകാർ ആരുടെ വീട്ടിലാണ് പാർത്തത്? ഉത്തരം: രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ. അഞ്ചാമത്തെ ചോദ്യം: ദേശത്തെ ശോധന ചെയ്യുവാൻ ചിലർ രാത്രിയിൽ വന്നിരിക്കുന്നു എന്ന് അറിവ് കിട്ടിയത് ആർക്ക്? ഉത്തരം: യെരിഹോ രാജാവിന്. ആറാമത്തെ ചോദ്യം: ദേശത്തെ ശോധന ചെയ്യുവാൻ ആര് വന്നിരിക്കുന്നു എന്നാണ് യെരിഹോ രാജാവിന് അറിവ് കിട്ടിയത്? ഉത്തരം: ഇസ്രായേൽ മക്കളിൽ ചിലർ. രാഹാബ് ഒറ്റുകാരെ ഒളിപ്പിച്ചത് എവിടെ? ഉത്തരം: വീട്ടിൻ മുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ. എട്ടാമത്തെ ചോദ്യം: യെരിഹോ രാജാവിൻ്റെ ആളുകൾ ഒറ്റുകാരെ തിരഞ്ഞ് ഏതു വഴിയാണ് പോയത്? ഉത്തരം: യോർദാനിലേക്കുള്ള വഴിയായി. ഒമ്പതാമത്തെ ചോദ്യം: ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു. ഏത് ദേശത്തിലെ നിവാസികൾ ആര് നിമിത്തമാണ് ഉരുകിപ്പോകുന്നത്? ഉത്തരം: യെരിഹോ ദേശത്തിലെ നിവാസികൾ ഇസ്രായേൽ മക്കൾ നിമിത്തം. പത്താമത്തെ ചോദ്യം: മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ നിർമൂലമാക്കിയ അമോര്യ രാജാക്കന്മാർ ആരെല്ലാം? ഉത്തരം: സീഹോൻ, ഓഗ്. 11ാമത്തെ ചോദ്യം: രാഹാബിൻ്റെ വീട് എവിടെയായിരുന്നു? ഉത്തരം: കോട്ടമതിലിന്മേൽ. 12ാമത്തെ ചോദ്യം: ഇസ്രായേൽ മക്കൾ രാഹാബിനോട് എപ്പോൾ ദയയും വിശ്വസ്തതയും കാണിക്കുമെന്നാണ് ഒറ്റുകാർ പറഞ്ഞത്? ഉത്തരം: യഹോവ ദേശം ഇസ്രായേൽ മക്കൾക്ക് നൽകുമ്പോൾ. 13ാമത്തെ ചോദ്യം: രാഹാബ് ഒറ്റുകാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എങ്ങനെ? ഉത്തരം: കിളിവാതിലിലൂടെ ഒരു കയറുകെട്ടി. 14ാമത്തെ ചോദ്യം: പർവ്വതത്തിൽ എത്ര ദിവസം ഒളിച്ചിരിപ്പാനാണ് രാഹാബ് ഒറ്റുകാരോട് പറഞ്ഞത്? ഉത്തരം: 3 ദിവസം. 15ാമത്തെ ചോദ്യം: രാഹാബ് ഒറ്റുകാരോട് പർവ്വതത്തിൽ 3 ദിവസം ഒളിച്ചിരിപ്പാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: തിരഞ്ഞുപോയ യെരിഹോ രാജാവിൻ്റെ ആളുകൾ അവരെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന്. 16ാമത്തെ ചോദ്യം: ഇസ്രായേൽ മക്കൾ ദേശത്ത് വരുമ്പോൾ തൻ്റെ വീടിന് അടയാളമായി രാഹാബ് എന്ത് ചെയ്യണമെന്നാണ് ഒറ്റുകാർ അവളോട് പറഞ്ഞത്? ഉത്തരം: ഒറ്റുകാരെ ഇറക്കിവിട്ട കിളിവാതിൽക്കൽ ചുവപ്പ് ചരട് കെട്ടണം. 17ാമത്തെ ചോദ്യം: എന്ത് കേട്ടപ്പോഴാണ് യെരിഹോ നിവാസികളുടെ ഹൃദയം ഉരുകിയത്? ഉത്തരം: യഹോവ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും. ഇനിയുള്ള ചോദ്യങ്ങൾ ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം: നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും
താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഉത്തരം രാഹാബ് ഒറ്റുകാരോട്. രണ്ടാമത്തെ ചോദ്യം, നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക. ഉത്തരം യെരിഹോ രാജാവിൻ്റെ ആളുകൾ രാഹാബിനോട്. മൂന്നാമത്തെ ചോദ്യം, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു. ഉത്തരം രാഹാബ് ഒറ്റുകാരോട്. നാലാമത്തെ ചോദ്യം, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവനു പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും. ഉത്തരം ഒറ്റുകാർ രാഹാബിനോട്. അഞ്ചാമത്തെ ചോദ്യം, ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ ഇരിക്കും. ഉത്തരം ഒറ്റുകാർ രാഹാബിനോട്. ആറാമത്തെ ചോദ്യം, യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം. ഉത്തരം ഒറ്റുകാർ യോശുവയോട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ബൈബിൾ പഠനത്തിന് സഹായകരമാകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ. നന്ദി. ദൈവം നമ്മെ